യെസ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. ഇറ്റ്സ് നോട്ട് എ വെൽക്കമിങ് ബാക്ക്. നോക്കുന്നുണ്ട് ചൈനീസ് കാര്യങ്ങളൊക്കെ അത് സെറ്റാക്കിയിട്ടേ ഉള്ളൂ. അപ്പാ സ്റ്റക്കായോ? ഇല്ല അപ്പാ, ഞാൻ ഓക്കെയാണ്. അപ്പാ സ്റ്റക്കായി നിൽക്കുവാണോ? അല്ല എന്റെ വോയിസ് വിട്ടുവിട്ടാണോ കേൾക്കുന്നേ? അല്ല, കറക്റ്റ്. ഇനി വീണ്ടും ആ ബേസ്മെന്റ് സാധനങ്ങളെല്ലാം ഒന്നുകൂടെ മാറ്റാം. നമ്മളൊന്ന് നോക്കി വെച്ച, കാരണം നല്ല ഫയലാ അവർ കൊണ്ടുവരാൻ പോണ, നല്ല ഫയലാ MRC ഒക്കെ. അപ്പൊ അതുകൊണ്ട് അത് നമ്മള് ഈ ഫയലെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്തെയാണ് ഞാൻ പറയണത്. വൈമാപ്പാണ് ഞാൻ പറയണത്. പ്രാർത്ഥനയിൽ നല്ല ഫയലാന്ന്. നാളെ ടൈറ്റിലൊക്കെ കാര്യം കൂടെ ഞങ്ങൾ വേറൊരു കാര്യോടെ അനൗൺസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇല്ല ഇവിടെ പറയാം. കാർണേജ് എന്റെ കസ്റ്റം വണ്ടി ആക്കുകയാണ്. ആൻഡ് ഹൈന നമ്മുടെ ഗ്യാങ് വണ്ടി ആയിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരുക. അപ്പൊ ഹൈന നമ്മൾ കളയുന്നില്ല. ഹൈനയുടെ ഹൈനയ്ക്ക് കുറെ ഇഷ്യൂസ് ഉണ്ട്. അതായത് ഹൈനയുടെ ഇഷ്യൂസ് നമ്മൾ ആ വണ്ടി മാറിയതിന്റെ സമയത്ത് തന്നെ ഇവിടെ ഈ നിങ്ങൾ വെളിയിൽ കാണുന്ന വണ്ടിയല്ല, ഇതിനകത്ത് ഓരോ പൊളിയൂഷൻസും ഇവിടെ സിറ്റിയിൽ കുറെ റൂൾസ് ഉണ്ട്. ആ റൂൾസ് അനുസരിച്ച് മാത്രമേ പണിയാൻ പറ്റത്തുള്ളൂ. അത് ഫുള്ളി ഇനി റീഎഡിറ്റ് ചെയ്യണം. മെക്ക ഉണ്ടാവും, അതാ പറഞ്ഞു, മെക്ക, കിങ് ഗോഡ്സില്ല, ഹൈന. അപ്പൊ ഇപ്പൊ ഗോഡ്സില കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഷിൻ ഗോഡ്സില എടുത്ത് മാറ്റിയിട്ട് ഗോഡ്സില, ഹൈന, മെക്ക, അങ്ങനെ മനസ്സിലായോ? അങ്ങനെ കൊണ്ടുവരാനുള്ള പ്ലാനാണ്. കളർ തീം നമ്മൾ ഹൈനക്കകത്ത് ആഡ് ചെയ്യും. ഹൈനക്കകത്ത് അത് ലിവറിൽ ആഡ് ചെയ്യുന്നല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ചന്ദ്രു വണ്ടിയൊന്നും വേണ്ട, അവൻ ജീപ്പിനകത്ത് നടക്കട്ടെ. ചന്ദ്രു ആരാന്ന് അറിയില്ലേ? ഓരോ PR കൊണ്ട് ഓരോരുത്തന്മാര് വരും ചാറ്റില്. ഹലോ, ഇതാരാ? സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ശബ്ദമില്ല. ഹലോ, നമുക്ക് രണ്ടിലും നല്ല ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്ലാൻ ഉണ്ട്, ഒരു MLM പരിപാടി ഉണ്ട്. ഈ ആളെ ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഭയങ്കര ഈസിയാ സൗകര്യം അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സാഗുരു എന്റെ ഒരു 3000 കോടി രൂപ തരുന്നു. 3000 കോടി രൂപ തന്നിട്ട് സാഗുരുവിന് ഒരു ലെഫ്റ്റും ഒരു വിങ്ങും ഒരു റൈറ്റ് വിങ്ങും ഉണ്ട്. ഇപ്പൊ ആദ്യം എന്നെ 3000 കോടി രൂപ ഏൽപ്പിക്കുമല്ലോ. ഈ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ഫുൾ ആക്സസ്, കമ്പനി ആക്സസ് ഫുള്ള് തരും. അപ്പൊ സാഗുരുവിന് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റിലും റൈറ്റിലും ഓരോ വിങ് വരും. ഈ ലെഫ്റ്റ് വിങ്ങിൽ ഒരാൾ വരുന്ന സമയത്ത് ഒരാളെ ലെഫ്റ്റ് വിങ്ങിൽ ചേർക്കുമ്പോൾ സാഗുരുവിന് അവരുടെ അടുത്ത് നിന്ന് 300 കോടി രൂപ മേടിക്കാം. അതിൽ നിന്ന് 100 കോടി രൂപ 100 കോടി രൂപ എനിക്ക് തരണം. അപ്പൊ സാഗുരുവിന് 200 കോടി. സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ട സ്കീമാണത്. എന്താണ് 3000 കോടി തന്നാല് 2 ആഴ്ച കൊണ്ട് 6000 കോടി തിരിച്ച് എടുക്കല്ലേ പറ്റേ? അതിന് ഫണ്ട് ചെയ്യോ? അതിന് ഫണ്ട് ചെയ്യും. അപ്പൊ ഇത് എങ്ങനെ തിരിച്ചറിയായിട്ട് കിട്ടും? 60% അതായത് ലാഭം. അതില് പുള്ളി പൈസ നമുക്ക് കൺസൈൻമെന്റ് അടിക്കാനുള്ള 65 കോടി, എത്രയായിരുന്നു? 70 കോടി. എത്രയാണോ നമുക്ക് എത്രയാണോ വരുന്നത് അത്രയും പൈസ പുള്ളി തരും. അടിച്ചു കഴിയുമ്പോ നമുക്ക് 100 ഗണ്ണാണ്. ഈ ഗണ്ണ് വിറ്റിട്ട് പൈസ ആക്കും. ഈ ഗണ്ണ് വിറ്റൊരു പൈസ ഒരു ഗണ്ണിന് 18. ഓ മൈ ഗോഡ്, ഇത് ആരുടെ ഐഡിയ? നല്ല തലയുള്ള ആരുടെ ഐഡിയ ആണെന്ന് തോന്നല്ലോ. മണ്ടനാണ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പിടിച്ചു കൊടുക്കാറുന്നല്ലോ നമുക്ക്. இது ஆல்ரெடி நியூஸ்ல உண்டு இவர் நிறைய ஒரு 100 கன் ஏற்கனவே வித்திருக்காரு. ഇതൊക്കെ പബ്ലിക് ആയിട്ട് പറയാവോ? ഇതൊക്കെ കോച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ പറയരുത്. അതിങ്ങനെ ബോംബായിട്ട് വെക്കണം, എന്നിട്ട് പയ്യെ 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 പൊട്ടിക്കണം. മനസ്സിലായ? ശരി ശരി ശരി. മണ്ടൻ സോറി. ജപ്പാനിൽ പോയിട്ടുള്ളത് പോലും. ഇത് സ്കീമല്ല, സ്കാമാണ്. നമ്മളൊക്കെ ഇത്ര കോടിച്ചമാരായത് നോക്കിയേ. അനൗൺസ് ചെയ്യാം. ഓക്കെ, 11 മണിയാകുമ്പോ 10 മിനിറ്റ് കൂടെ
10 മിനിറ്റ് നോക്കിയിട്ട് തുടങ്ങാം. ഗ്യാങ് ഫണ്ട് പറയാം. എപ്പോ എത്തി? റേഡിയോ കണക്ട് ചെയ്തില്ലേ? ഇല്ല വേറെ മാത്രമല്ല വേറെയും പോകും. ഗ്യാങ് റോള്